വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും നാട്ടിലേക്ക് അയക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ നമുക്ക് കാണാൻ കഴിയും. ഒരു 1 മുതൽ 10-ാം തീയതി വരെയുള്ള ഡേറ്റുകളിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ബാങ്കിൻ്റെ CDA കൗണ്ടറിലോ അല്ലെങ്കിൽ ബാങ്കിലോ ചെന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പൈസ അയക്കാൻ അവിടെ എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. അന്യസംസ്ഥാന തൊഴിലാളികൾ അയക്കുന്ന പൈസ വലിയ തുകയാണ് പലരും നാട്ടിലേക്ക് അയക്കുന്നത്. കേരളത്തിൽ പണിയെടുത്ത് കിട്ടുന്ന ആയിരങ്ങൾ അവർ തങ്ങളുടെ നാട്ടിലേക്ക് നിക്ഷേപമായി അയക്കുന്നു. എന്നാൽ മലയാളിക്ക് ഇവിടെ പല മേഖലകളിലും മലയാളി ജോലി ചെയ്യുന്ന പല മേഖലകളിലും അവന് ആവശ്യത്തിലധികം ശമ്പളം കിട്ടുന്നില്ല. പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന പല മലയാളികളുടെയും അവസ്ഥ വളരെ കഷ്ടമാണ്. വലിയ ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസ് ജോബുകളിലൊക്കെ കയറുന്ന യുവാക്കളുടെ കാര്യം വളരെ കഷ്ടമാണ്. മിക്കവർക്കും വളരെ കുറഞ്ഞ തുകയാണ് ശമ്പളമായി കിട്ടുന്നത്. നേരെ മറിച്ച് ലേബറായി എത്തുന്ന തൊഴിലാളികളായി എത്തുന്ന അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ എത്തുന്ന അതിഥി തൊഴിലാളികൾക്ക് ആയിരങ്ങൾ ശമ്പളം വാങ്ങുമ്പോൾ, ആയിരങ്ങൾ ഡെയിലി വേജസായി വാങ്ങുമ്പോൾ നിശ്ചിത തുകയ്ക്ക് 400 മാസശമ്പളം എടുത്ത 400 രൂപയ്ക്ക് വരെ ജോലി ചെയ്യുന്ന മലയാളികളെ കാണാൻ കഴിയും. ഇങ്ങനെ തുച്ഛമായ ശമ്പളം നാട്ടിൽ കിട്ടുന്നതുകൊണ്ടാണ് പല മലയാളികളും നാട് വിടുന്നത്. ചില സ്ഥാപനങ്ങളിൽ CA വരെ അക്കൗണ്ടിങ് ജോലിക്ക് വിളിക്കും. എന്നാൽ തുടക്കക്കാരന് ശമ്പളം 15,000 തൊട്ട് 20,000 വരെയൊക്കെയാണ് ചിലർ വാഗ്ദാനം ചെയ്തത്. CA കഴിഞ്ഞവരാണെന്ന് ഓർക്കണം. അവർക്ക് പോലും നേരാവുന്ന ശമ്പളം കൊടുക്കാൻ പോലും നമ്മുടെ നാട്ടിലെ സ്ഥാപന ഉടമകൾ തയ്യാറാവുന്നില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തേക്ക് പോകുന്നതാണല്ലോ എന്ന് കരുതി പലരും നാട് വിട്ടു പോവുകയാണ്. ഒട്ടേറെ ചെറുപ്പക്കാർ കേരളം വിട്ടു പോകാൻ ഒരു പരിധിവരെ കാരണം ഈ പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസുന്ദരിതാവസ്ഥ തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഒരുപാട് ചെറുപ്പക്കാർ പഠിച്ചിറങ്ങുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ തങ്ങളുടെ ജോലി ഇവിടെ വേണ്ട, പുറത്ത് ജോലി ചെയ്യുന്നതാണ് കൂടുതൽ സുരക്ഷ എന്ന് കരുതി പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും. അന്യസംസ്ഥാന തൊഴിലാളികളോട് വരവോടെ കേരളത്തിൽ പല മേഖലകളിലും സാധാരണ ജോലിക്ക് മലയാളികളെ കിട്ടാൻ കഴിയാതെയായി. മലയാളികൾ ജോലി ചെയ്യുന്ന ബംഗാളിയെ ജോലി ചെയ്യുന്നുള്ളൂ എന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ. അത് വന്നതോടുകൂടി പലരും മലയാളികളെ ജോലിക്ക് വിളിക്കാതായി. അതൊക്കെ ഒരർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ച് സ്വന്തം നാട്ടിൽ പണിയില്ലെങ്കിൽ പിന്നെ അന്യനാട്ടിലേക്ക് പോകുക എന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൈസയിൽ നല്ലൊരു ശതമാനവും നമ്മുടെ നാട്ടിൽ നിക്ഷേപിക്കാതെ പുറത്തേക്ക് അയക്കുന്ന സ്ഥിതിയാണ്. നേരെ മറിച്ച് ഒട്ടേറെ ചെറുപ്പക്കാർ വിദേശത്ത് പോവുകയും അവിടുത്തെ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുകയും ചെയ്തതോടെ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതിക്ക് അത് വലിയ തോതിൽ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന രീതിയിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാർ തലത്തിൽ സർക്കാരുകൾ സാധാരണക്കാരൻ